ദാസിയുടെ ജോലി പൂജയല്ല, ഉച്ചമടക്കി നിന്നുള്ള ദാസ്യവൃത്തിയാണ്. പണി തുടങ്ങിക്കോ മീനാക്ഷി. അവളുടെ ഒരു തറവാട്ട് പൂജ. ഞാൻ അവൾക്ക് ബോധപൂർവം പണി കൊടുത്തതാണമ്മേ. നമ്മളേൽപ്പിച്ച പണിയെല്ലാം പൂർത്തിയാക്കുമ്പോഴേക്കും അവളുടെ തറവാട്ടിലെ പൂജയും കഴിഞ്ഞിരിക്കും. പാവം മീനാക്ഷി, പൂജയ്ക്ക് പോകാൻ കഴിയാത്തതിന്റെ സങ്കടം കരഞ്ഞു തീർക്കുകയായിരിക്കും. ആ കണ്ണീര് അപ്പടി പാത്രത്തിൽ ഏറ്റെടുത്ത അതുകൊണ്ട് തുണി കഴുകി തീർക്കാം. പ്രത്യേകിച്ച് വെള്ളമൊന്നും വേണ്ട മോളെ. അമ്മേ, അവളുടെ തറവാട്ടിൽ കാല് കുത്തുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാലും അവൾ അറിയാതെ നമുക്ക് അവളുടെ തറവാട്ടിൽ പൂജയ്ക്ക് പോയാലോ? പൂജയ്ക്ക് പോകാനോ? ആ മുതുകിളവൻ നമ്മളെ പൂജയ്ക്ക് ക്ഷണിച്ചില്ലല്ലോ. ക്ഷണിച്ചില്ലെങ്കിലും നമ്മൾ പോകുന്നു. നമ്മൾ എത്ര നിർബന്ധിച്ചിട്ടും മീനാക്ഷി പൂജയ്ക്ക് വരാൻ തയ്യാറല്ല എന്നവളുടെ അച്ഛനോട് ഏഷണി പറയാം. ഭർത്താവായ പച്ചൈമാലിനോടൊപ്പം അവൾ എവിടെയോ വിനോദയാത്ര പോയി എന്നൊരു നുണയും പൊട്ടിക്കാം. എന്താ ഇങ്ങനെ ഒരു നോട്ടം? അച്ഛനെയും മകളെയും തമ്മിൽ തെറ്റിക്കാൻ നിന്റെ തലയിൽ ഉദിക്കുന്ന ഓരോരോ പദ്ധതികളെ. സ്വന്തം തറവാട്ടിലെ പൂജയ്ക്ക് പുല്ല് വില പോലും കൽപ്പിക്കാതെ വിനോദയാത്രയ്ക്ക് പോയ താന്തോന്നി കെട്ടവൾ, കുടുംബത്തിൽ പിറക്കാത്തവൾ എന്നൊക്കെയാ കിളവൻ അവളെ ശപിച്ചിരിക്കും. അതോടെ അച്ഛനും മകളും തമ്മിൽ കീരിയും പാമ്പും പോലെ. നമുക്ക് പൂജയ്ക്ക് പോവാം മോളെ, വാ. അമ്മേ, അമ്മായി ശിവകാമിയുടെ എങ്ങോട്ടാണ്? മീനാക്ഷിയുടെ ഭവനത്തിൽ ഇന്നൊരു പ്രത്യേക പൂജയുണ്ട്, വരലക്ഷ്മി പൂജ. ഞങ്ങൾ അതിൽ പങ്കെടുക്കാൻ പോകുന്നു. മീനാക്ഷിയുടെ ഭവനത്തിൽ നടക്കുന്ന പൂജയിൽ പങ്കെടുക്കാൻ മീനാക്ഷി വരുന്നില്ലേ? മീനാക്ഷിയും വരണം, പക്ഷെ വരുത്തില്ല. അതാണ് ഞങ്ങളുടെ തന്ത്രം. അടിമയായി കഴിയുന്ന മീനാക്ഷിക്ക് പൂജയ്ക്ക് വരാൻ കഴിയാത്ത വണ്ണം പിടിപ്പത് പണി കൊടുത്തിട്ടാ ഞങ്ങള് വന്നിരിക്കുന്നേ. മീനാക്ഷി പൂജയ്ക്ക് വരാത്തതിന് മീനാക്ഷിയുടെ അച്ഛനെ അരിശം കൊള്ളിക്കുന്ന ഒരു കാരണവും ഞങ്ങൾ കെട്ടിച്ചമ്മയ്ക്കും മകനെ. മീനാക്ഷിക്ക് വരലക്ഷ്മി പൂജയിലും പ്രാർത്ഥനയിലും ഒന്നും അല്ല താല്പര്യം, ഭർത്താവും ഒത്തുള്ള ലൗകിക സുഖങ്ങളിലാണെന്ന് ഞങ്ങൾ വരുത്തി തീർക്കുന്നതോടെ മീനാക്ഷി ശരിക്കും ഒറ്റപ്പെടും. പച്ചൈമാൽ ജ്യേഷ്ഠനും സ്വന്തം പിതാവും കൂടി ഉപേക്ഷിക്കുന്നതോടെ അവളുടെ ജന്മം പെരുവഴി. ശിവകാമി, ഇതും എന്റെ കൈകൊണ്ട് നിന്റെ കഴുത്തിൽ താലി ചേർത്താനുള്ള മുന്നൊരുക്കമാണോ? സംശയം എന്താ? ഒരാലിലെ താലി വാങ്ങി വെച്ചോളൂ. എന്നാ മകനെ, ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ? ആ, ആയിക്കോട്ടെ.
പണികൾ ഇനിയും ബാക്കി കിടക്കുന്നുണ്ടല്ലോ ഭഗവാനെ. പണികൾ എപ്പോ തീർത്തിട്ടാണെങ്കിലും എനിക്കിന്ന് എന്റെ തറവാട്ടിൽ പോണം. പൂജയ്ക്ക് എത്താൻ കഴിയാത്തതിന്റെ കാരണം ബോധ്യപ്പെടുത്തി അച്ഛന്റെ കാല് പിടിച്ച് മാപ്പ് പറയണം. മീനാക്ഷി വരാതെ പൂജ തുടങ്ങി തകർന്നിരിക്കുന്നുണ്ടാവും അവളുടെ അച്ഛൻ. വാ അമ്മേ, നമുക്ക് പോയി നോക്കാം. അതിനു മുമ്പ് നമ്മൾ ഏൽപ്പിച്ച പണികളെല്ലാം തീർത്ത് അവളെങ്ങനെ പൂജയ്ക്കെത്തി? ഒരു പക്ഷേ അവളെ ഇങ്ങോട്ട് അയച്ചത് പച്ചയമ്മാലായിരിക്കും. നമ്മൾ ഏൽപ്പിച്ച പണി അവൻ ചെയ്യാമെന്ന് സമ്മതിച്ചു കാണും. ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ജ്യേഷ്ഠൻ അവളോട് സ്നേഹമായി പെരുമാറാൻ സാധ്യതയില്ലമ്മേ. എങ്കിൽ നമ്മൾ ഏൽപ്പിച്ച പണി ചെയ്യാതെ അവൾ മറ്റൊരു വഴിക്ക് ഓടി വന്നതാകും. അതാണ് വാസ്തവമെങ്കിൽ അവളുടെ കയ്യും കാലും ഞാൻ തകർത്തിരിക്കും. അയ്യോ, ആരൊക്കെയായി വന്നേക്കുന്നേ? കുമുദവല്ലി അമ്മയും ശിവകാമിയും അല്ലേ? എന്തത്ഭുതം! ഞാൻ ക്ഷണിച്ചില്ലെങ്കിലും നിങ്ങൾ പൂജയ്ക്ക് വന്നല്ലോ, നന്നായി. മനസ്സിൽ നന്മയുള്ളവർക്ക് വരലക്ഷ്മി പൂജയിൽ പങ്കെടുക്കാൻ തോന്നും. നിങ്ങളൊക്കെ ദുഷ്ടത വെടിഞ്ഞ് നന്മയുള്ളവരായല്ലോ, വളരെ സന്തോഷം. മീനാക്ഷി എപ്പോഴാ ഇവിടെ എത്തിയത്? വരലക്ഷ്മി പൂജയ്ക്ക് സമയമായതും എവിടുന്നോ പൊട്ടിമുളച്ചതുപോലെ ദേ മീനാക്ഷി മകള് മുന്നിൽ വന്നു നിൽക്കുന്നു. നോക്കി നിൽക്കാതെ അവിടെ പോയി തൊഴുത് പ്രാർത്ഥിച്ചോളൂ. മനസ്സിൽ നന്മയുണ്ടായവർക്ക് അല്പം പുണ്യം കൂടി കിട്ടട്ടെ. എനിക്ക് പാതകപ്പുരയിൽ കുറച്ച് പണിയുണ്ട്. കുന്തവല്ലി അമ്മേ, കേമപ്പെട്ട സദ്യ ഒരുങ്ങുന്നത്. പൂജ കഴിഞ്ഞ് സദ്യ ഉണ്ടിട്ടേ പോകാവൂ. ശംഭോ മഹാദേവ. കിളവന്റെ ഒടുക്കത്തെ ഒരു സദ്യവട്ടം മീനാക്ഷി പൂജയ്ക്ക് വരാത്തതിന്റെ കാരണമായി ഈ കിളവന്റെ ചങ്ക പൊട്ടിപ്പോകുന്ന ചില അപവാദങ്ങളും മനസ്സിൽ കരുതി ഞാൻ വന്നത്. ആ പദ്ധതി പൊളിഞ്ഞു പോയല്ലോ അമ്മേ. നിങ്ങളെന്താ അവിടെ തന്നെ നിൽക്കുന്നത്? വരൂ, വന്നാട്ടെ.
തറവാട്ടിൽ ഇപ്പൊ പൂജ തുടങ്ങിയിട്ടുണ്ടാവും. എനിക്ക് പകരം ആരായിരിക്കും പൂജ ചെയ്യുന്നത്? മറ്റാര് പൂജ ചെയ്താലും അച്ഛന് തൃപ്തിയാവില്ല. വർഷങ്ങളായി ഈ മീനാക്ഷിയല്ലേ പൂജ ചെയ്യുന്നത്. മീനാക്ഷിയുടെ സ്ഥാനത്ത് ആരെയായിരിക്കും അച്ഛൻ കുടിയിരുത്തിയിട്ടുണ്ടാവോ? പാർവതി ദേവി, ജഗദംബികെ, എന്റെ അവസ്ഥ അവിടുന്ന് കാണുന്നില്ലേ? അവിടുത്തെ പ്രസാദിപ്പിക്കാൻ മറ്റാര് പൂജ ചെയ്താലും അവിടുന്ന് പ്രസാദിക്കണേ ദേവി. എന്റെ അച്ഛന് മനസംതൃപ്തി കൊടുക്കണേ ദേവി. नमस्तेस्तु महामाये श्रीपीठे सुरपूजिते शङ्खचक्रगदाहस्ते महालक्ष्मी नमोऽस्तुते। महालक्ष्मी नमोऽस्तुते, महालक्ष्मी नमोऽस्तुते, महालक्ष्मी नमोऽस्तुते, महालक्ष्मी नमोऽस्तुते। नमस्तेस्तु महामाये श्रीपीठे सुरपूजिते शङ्खचक्रगदाहस्ते महालक्ष्मी नमोऽस्तुते। महालक्ष्मी नमोऽस्तुते, महालक्ष्मी नमोऽस्तुते, महालक्ष्मी नमोऽस्तुते, महालक्ष्मी नमोऽस्तुते। नमस्तेस्तु महामाये श्रीपीठे सुरपूजिते शङ्खचक्रगदाहस्ते महालक्ष्मी മീനാക്ഷി, नमोऽस्तुते। ഈ ആരതി ദാനം ചെയ്യാൻ വച്ചിരിക്കുന്ന ഈ പുടവകളിൽ ഒഴിയുക. महालक्ष्मी नमोऽस्तुते, महालक्ष्मी नमोऽस्तुते, महालक्ष्मी नमोऽस्तुते। नमस्तेस्तु महामाये श्रीपीठे सुरपूजिते शङ्खचक्रगदाहस्ते महालक्ष्मी नमोऽस्तुते। महालक्ष्मी नमोऽस्तुते, महालक्ष्मी नमोऽस्तुते, महालक्ष्मी नमोऽस्तुते, महालक्ष्मी नमोऽस्तुते। ഇനി മീനാക്ഷി പുടവദാനം നടത്തിക്കോളൂ. नमस्ते गरुडारूढे कोलासुरभयङ्करी सर्वपापहरे देवी महालक्ष्मी नमोऽस्तुते। महालक्ष्मी नमोऽस्तुते, महालक्ष्मी नमोऽस्तुते, महालक्ष्मी नमोऽस्तुते, महालक्ष्मी नमोऽस्तुते। नमस्ते गरुडारूढे कोलासुरभयङ्करी सर्वपापहरे देवी महालक्ष्मी नमोऽस्तुते। പുടവ സ്വീകരിച്ച സ്ത്രീകൾ എല്ലാവരും തന്നെ അന്നം കഴിച്ചിട്ടേ മടങ്ങാവൂ. എല്ലാവർക്കും ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. കൈ കഴുകി അപ്പുറത്തേക്ക് പോകുന്നുള്ളൂ. അയ്യോ, നിങ്ങൾ പോവുകയാണോ? മീനാക്ഷിയുടെ തറവാട്ടിൽ ഒരു വിശേഷത്തിന് വന്നിട്ട് ഊണ് കഴിക്കാതെയാണോ പോകുന്നത്? പാലട പ്രഥമൻ ഉൾപ്പെടെ 3 വക പ്രഥമനുണ്ട്. ഉണ്ടിട്ട് പോകാം. അതെ, ഞങ്ങൾ ഉണ്ണാനൊന്നും നിൽക്കുന്നില്ല. മീനാക്ഷി, നീ വരുന്നില്ലേ? ഇവിടെ കുറെ ജോലികളൊക്കെ ഒതുക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വന്നേക്കാം. ഇതെന്താ മോളെ ഇവരിങ്ങനെ? വെറും സദ്യവട്ടം അല്ലല്ലോ, വരലക്ഷ്മിയുടെ പ്രസാദമല്ലേ? അതവര് നിരസിച്ചതെന്താ?
ശിഷ്ടർക്ക് സ്വീകാര്യമായതെന്തും ദുഷ്ടർ നിരാകരിക്കും. അച്ഛൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അച്ഛൻ പറഞ്ഞ മനസ്സിന്റെ നന്മ അവരുടെ മനസ്സിന്റെ 4 അയലത്ത് പോലും വന്നിട്ടില്ല.